ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള PSC സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാമിൻ്റെ എക്കണോമിക്സ് പാർട്ടിലെ ഡിമാൻഡ് അനാലിസിസ് ആണ്. ഡിമാൻഡ്. ദ ടേം ഡിമാൻഡ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഡിസയർ, വാണ്ട്, വിൽ ഓർ വിഷ്. ഇൻ ദ ലാംഗ്വേജ് ഓഫ് എക്കണോമിക്സ്, ഡിമാൻഡ് ഹാസ് ഡിഫറെൻറ്റ് മീനിങ്. എനി വാണ്ട് ഓർ ഡിസയർ വിൽ നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ഡിമാൻഡ്. ഡിമാൻഡ് എന്ന വാക്കിന് എക്കണോമിക്സിൽ പ്രത്യേകമായിട്ടുള്ള അർത്ഥമുണ്ട്. ഡിമാൻഡ് എന്നത് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആഗ്രഹം, ആവശ്യം ഇങ്ങനെയുള്ള മീനിങ്ങിലാണ്. പക്ഷേ എക്കണോമിക്സിൽ ഡിമാൻഡ് ഉണ്ടാകാൻ പ്രത്യേകമായിട്ടുള്ള ഘടകങ്ങളൊക്കെ ഉണ്ട്. ഏതൊക്കെയാണ് ആ ഘടകങ്ങൾ? ഡിമാൻഡ് ഈക്വൽ ടു ഡിസയർ ടു ബൈ, എബിലിറ്റി ടു പേ, വില്ലിങ്നെസ് ടു പേ, ടൈം ആൻഡ് പ്രൈസ്. ഇതിൻ്റെ എല്ലാം സമ്മാണ് എക്കണോമിക്സിൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് വാങ്ങാനുള്ള ആഗ്രഹം, പണം കൊടുക്കാനുള്ള കഴിവ്, പണം കൊടുക്കാൻ തയ്യാറായിട്ടുള്ളൊരു മനസ്സ്, സമയവും വിലയും. ഡിമാൻഡ് റെഫേഴ്സ് ടു ദ ടോട്ടൽ ഓർ സ്പെസിഫിക് ക്വാണ്ടിറ്റി ഓഫ് എ കമോഡിറ്റി ഓർ സർവീസ് ദാറ്റ് കൺസ്യൂമേഴ്സ് ആർ വില്ലിംഗ് ആൻഡ് ഏബിൾ ടു പർച്ചേസ് at a particular price during a specific time period. It reflects not just the desire to buy but also the financial capability and willingness to spend. ഡിമാൻഡിനെ റെഫർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു വസ്തുവിൻ്റെ ഡിമാൻഡ് എന്നത് ആ ഉൽപ്പന്നം അല്ലെങ്കിൽ ആ ഒരു സേവനം ഒരു പ്രൈസിൽ, ഒരു നിശ്ചിത പ്രൈസിൽ, ഒരു നിശ്ചിത സമയത്ത് വിപണിയിൽ കൺസ്യൂമേഴ്സ് വാങ്ങുന്ന മൊത്തത്തിലുള്ള അളവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് വാങ്ങിക്കാനുള്ള ഒരു ഡിസയർ മാത്രമല്ല, പക്ഷെ ഫിനാൻഷ്യൽ എബിലിറ്റിയും നമ്മൾ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു വില്ലിങ്നെസ്സും ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. ദ ഡിമാൻഡ് ഫോർ എനി കമ്മോഡിറ്റി ഈസ് ഇറ്റ്സ് ക്വാണ്ടിറ്റി വിച്ച് കൺസ്യൂമേഴ്സ് ആർ ഏബിൾ ആൻഡ് വില്ലിംഗ് ടു ബൈ അറ്റ് വേരിയസ് പ്രൈസ് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. സോ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു ഗിവൺ ടൈം പീരീഡിൽ കൺസ്യൂമേഴ്സിന് വേരിയസ് പ്രൈസിൽ വാങ്ങാൻ താല്പര്യമുള്ളതും കഴിവുള്ളതുമായിട്ടുള്ള ഒരു ഉൽപ്പന്നത്തിൻ്റെ, ഒരു കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റിയാണെന്ന് പറയുന്നത് ഡിമാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസ് ഓഫ് ഡിമാൻഡ്. അതിൽ ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ബാക്ക്ഡ് അപ്പ് ബൈ അഡിക്വേറ്റ് പർച്ചേസിംഗ് പവർ. ഡിമാൻഡിന് ഒരു പർച്ചേസിംഗ് പവർ ഉണ്ട് അല്ലേ? ഡിമാൻഡിന് പണം നൽകാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അത് വാങ്ങാനുള്ള ആഗ്രഹം മാത്രമല്ല, അതിനുള്ള ഒരു സാമ്പത്തിക ശേഷിയും വേണം. നെക്സ്റ്റ് പോയിന്റ്, ഡിമാൻഡ് ഓൾവേസ് അറ്റ് എ പ്രൈസ്. ഡിമാൻഡ് എപ്പോഴും ഒരു വിലയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു ഉൽപ്പന്നത്തിന് ഡിമാൻഡ് ഉണ്ടാകുന്നതിനായിട്ട് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു പ്രൈസ് ഉണ്ടായിരിക്കണം. വില കൂടാതെ നമുക്കൊരിക്കലും ഡിമാൻഡ് സൃഷ്ടിക്കാൻ പറ്റില്ല. അടുത്ത പോയിന്റ്, ഇറ്റ് ഷുഡ് ഓൾവേസ് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് സ്പെസിഫിക് ക്വാണ്ടിറ്റി. ഡിമാൻഡിന് ഒരു പ്രത്യേക അളവിൽ അത് എക്സ്പ്രസ് ചെയ്തിരിക്കണം. നമ്മൾ ഒരു ഷോപ്പിൽ പോയി സാധനങ്ങൾ വാങ്ങുമ്പോൾ 1 കിലോഗ്രാം, 1 ലിറ്റർ എന്നൊക്കെ പറയുന്ന ഒരു കൃത്യമായ അളവുണ്ട് അല്ലേ? അതുപോലെ ഒരു ഉൽപ്പന്നത്തിന് ഡിമാൻഡ് ഉണ്ടാവണമെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഒരു അളവിൽ വ്യക്തമാക്കിയിരിക്കണം. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഇൻ ദ മാർക്കറ്റ്. ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? മാർക്കറ്റിലാണ് അല്ലേ? ഉപഭോക്താക്കളുടെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ആവശ്യവും നമ്മുടെ ഒരു മാർക്കറ്റിൻ്റെ സിറ്റുവേഷനും അനുസരിച്ചിട്ടാണ് ഡിമാൻഡ് ക്രിയേറ്റ് ആവുന്നത്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു എ പേഴ്സൺ, പ്ലേസ് ആൻഡ് ടൈം. ഡിമാൻഡ് എന്തിനെയൊക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്നു? കൺസ്യൂമറിൻ്റെ ആവശ്യം, ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങുന്ന സ്ഥലം, സമയം, ഇവയെല്ലാം ഡിമാൻഡ് റിലേറ്റ് ചെയ്തിരിക്കുന്നു. കൺസ്യൂമേഴ്സ് ക്രിയേറ്റ് ഡിമാൻഡ്. ഡിമാൻഡ് ബേസിക്കലി ഡിപ്പെൻഡ്സ് ഓൺ യൂട്ടിലിറ്റി ഓഫ് എ പ്രൊഡക്റ്റ്. ദർ ഈസ് എ ഡയറക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ദ ടു. ഹയർ ദ യൂട്ടിലിറ്റി, ഹയർ would be demand, and lower the utility, lower would be the demand. കൺസ്യൂമേഴ്സ് തന്നെയാണ് ഇവിടെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഡിമാൻഡ് കൂടുതലായിട്ടും ഒരു പ്രൊഡക്റ്റിൻ്റെ യൂട്ടിലിറ്റീനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? യൂട്ടിലിറ്റിയും ഡിമാൻഡും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. അഥവാ യൂട്ടിലിറ്റി കൂടുമ്പോൾ ഡിമാൻഡ് കൂടും, യൂട്ടിലിറ്റി കുറയുമ്പോൾ ഡിമാൻഡ് കുറയും. അടുത്ത ടോപ്പിക്ക് ഡിമാൻഡ് ഷെഡ്യൂൾ. എ ഡിമാൻഡ് ഷെഡ്യൂൾ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി
and the quantity of a consumer is willing to buy at a different prices during a specific time. It focuses on the price of a commodity alone, ignoring other factors that may influence demand. ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റും അത് കൺസ്യൂമർ ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ ഡിഫറെൻറ്റ് പ്രൈസിൽ വാങ്ങുന്ന ഒരു ക്വാണ്ടിറ്റിയും പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഒരു ബന്ധം കാണിക്കുന്നതാണ് ഡിമാൻഡ് ഷെഡ്യൂൾ. ഇത് ഡിമാൻഡിൻ്റെ മറ്റ് ഫാക്ടേഴ്സ് എല്ലാം ഇഗ്നോർ ചെയ്തിട്ട് അതിൻ്റെ പ്രൈസിനെ മാത്രം റിലേറ്റ് ചെയ്തിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒന്നാണ്. ഡിമാൻഡ് ഷെഡ്യൂൾ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളും മറ്റേത് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളും. ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ ഷോസ് ഹൗ മച്ച് എ സിംഗിൾ കൺസ്യൂമർ വിൽ ബൈ അറ്റ് എ ഡിഫറെൻറ്റ് പ്രൈസസ്, ടൈപ്പിക്കലി ബൈയിങ് മോർ അറ്റ് എ ലോവർ പ്രൈസസ്. ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ എന്നത് ഒരു കൺസ്യൂമർ ഡിഫറെൻറ്റ് പ്രൈസിൽ എത്ര ക്വാണ്ടിറ്റി വാങ്ങിക്കുമെന്ന് കാണിക്കുന്ന ഒരു ടേബിളാണ്. സാധാരണയായിട്ട് വില കുറയുമ്പോൾ കൺസ്യൂമർ കൂടുതൽ പ്രൊഡക്റ്റ് വാങ്ങുന്നു അല്ലേ. മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. This combines the demand of all consumers in the market, showing the total quantity demanded at a different prices. It reflects the overall market behavior. മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്നത് ഒരു മാർക്കറ്റിലെ എല്ലാ കൺസ്യൂമേഴ്സും ഡിഫറെൻറ്റ് പ്രൈസിൽ വാങ്ങാൻ താല്പര്യമുള്ള ഒരു ടോട്ടൽ ക്വാണ്ടിറ്റിയെ കാണിക്കുന്ന ഒന്നാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ഓവറോൾ മാർക്കറ്റ് ബിഹേവിയർ നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളിൽ നിന്ന് കിട്ടും. Demand curve. A demand curve is a locus of points showing various alternative price quantity combinations. In short, the graphical representation of a demand schedule is called a demand curve. ഡിമാൻഡ് ഷെഡ്യൂൾസിൻ്റെ ഒരു ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ ആണ് ഡിമാൻഡ് കർവ്. പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റിയും അതിൻ്റെ പ്രൈസും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻസ് കാണിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷനാണ് ഡിമാൻഡ് കർവ്. നേരത്തെ പറഞ്ഞ പോലെ ഡിമാൻഡ് കർവ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്, രണ്ടാമത്തത് മാർക്കറ്റ് ഡിമാൻഡ് കർവ്. ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് ഈസ് എ ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ ഷോയിങ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് എ കമ്മോഡിറ്റി ഡിമാൻഡഡ് ബൈ എ സിംഗിൾ കൺസ്യൂമർ അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ് വൈൽ കീപ്പിംഗ് ഓൾ അതേഴ്സ് ഫാക്ടേഴ്സ് കോൺസ്റ്റൻറ്റ്. ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് എന്നത് ഒരു കൺസ്യൂമർ ഡിഫറെൻറ്റ് പ്രൈസസിൽ എത്ര ക്വാണ്ടിറ്റീസ് ഡിമാൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നു എന്ന് കാണിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷനാണ്. ഇതിൽ ബാക്കി എല്ലാ ഘടകങ്ങളും കോൺസ്റ്റൻ്റ് ആയിരിക്കും. മാർക്കറ്റ് ഡിമാൻഡ് കർവ് എ ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ ഓഫ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഡിമാൻഡഡ് ബൈ ഓൾ കൺസ്യൂമേഴ്സ് ഇൻ ദ മാർക്കറ്റ് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ് വിത്ത് അതർ ഫാക്ടേഴ്സ് റിമൈനിങ് കോൺസ്റ്റൻറ്റ്. It is the sum of all individual demand curve at various price levels. എല്ലാ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവിൻ്റെയും ഒരു സമ്മാണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്. സോ അതുകൊണ്ട് തന്നെ എല്ലാ കൺസ്യൂമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷനാണ് ഡിമാൻഡ് കർവ് എന്ന് നമുക്ക് പറയാം. ഇതാണ് ഡിമാൻഡ് കർവിൻ്റെ ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ. പ്രൈസ് വൈ ആക്സിസിലും ക്വാണ്ടിറ്റി എക്സ് ആക്സിസിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൈസ് കൂടുന്നതനുസരിച്ച് നമ്മൾ ക്വാണ്ടിറ്റി കുറവായിരിക്കും വാങ്ങുക. നമ്മളൊരു ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ പ്രൈസ് കൂടുതലാണ്, ഒരു ഐറ്റത്തിന് പ്രൈസ് കൂടുതലാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി വാങ്ങാൻ ഉദ്ദേശിച്ചതിന് എമൗണ്ട് ക്വാണ്ടിറ്റിയിലും വളരെ കുറച്ചായിരിക്കും വാങ്ങുക, അല്ലെങ്കിൽ നമ്മളത് വാങ്ങാതെ പോരും. സോ ഇവിടെയും പ്രൈസ് കൂടുന്നതനുസരിച്ച് ക്വാണ്ടിറ്റി കുറയും, പ്രൈസ് കുറയുന്നതനുസരിച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വാങ്ങും. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഓഫ് ഡിമാൻഡ് കർവ്. ഇനി നമ്മൾ നോക്കുന്നത് ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പിങ്ങിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്ന്, ഡൗൺവേർഡ് സ്ലോപ്പിങ്ങിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റത്തത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി നിയമം എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നത്തിൻ്റെ കൂടുതൽ അളവ് വാങ്ങുമ്പോൾ അതിൻ്റെ പ്രയോജനം യൂട്ടിലിറ്റി കുറയും. ഇതാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി പറയുന്നത്. സെക്കൻഡ്, എ പ്രൊഡക്റ്റ് ബിക്കംസ് ചീപ്പർ. എന്താണ്? പ്രൈസ് കുറയുന്നതനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റ് ഒരുപാട് വാങ്ങുന്നു അല്ലേ. പ്രൈസ് കുറയുന്നതനുസരിച്ച് നമ്മൾ വാങ്ങുന്ന ക്വാണ്ടിറ്റി കൂടും. അടുത്തത്, പർച്ചേസിങ് പവർ ഓഫ് എ കൺസ്യൂമർ വുഡ് ഗോ അപ്പ്. വരുമാനം കൂടുന്നതനുസരിച്ച് നമ്മുടെ പർച്ചേസിങ് പവർ കൂടും. അടുത്ത പോയിന്റ്,
ചീപ്പർ പ്രൊഡക്ട്സ് ആസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ കോസ്റ്റ്ലി പ്രൊഡക്ട്സ്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയും. അതായത് കൂടിയ വിലയുള്ള ഉൽപ്പന്നങ്ങൾക്ക് പകരം അതിന് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് കുറഞ്ഞ വിലയുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ കൂടുതലായിട്ട് ഉണ്ടാവുക. ഡിമാൻഡ് കർവിൻ്റെ ഡൗൺവേർഡ് സ്ലോപ്പിങ്ങിൻ്റെ റീസൺസ് ആണ് പ്രൈസ് എഫക്റ്റും ഇൻകം എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ദെൻ ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഈ ടോപ്പിക്കുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ പഠിച്ച ടോപ്പിക്ക് ഡിമാൻഡ് ഷെഡ്യൂള്, ഡിമാൻഡ് കർവ്, ഇത് മൂന്നുമാണ്. അടുത്ത ടോപ്പിക്കുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.